ഗുഡ് ഈവനിങ് അമേരിക്ക. വോട്ടെണ്ണൽ കഴിഞ്ഞ് നിയമസഭാ മന്ദിരത്തിനു മുകളിൽ ഉരുണ്ടുകൂടിയ ആശങ്കയുടെ കാർമേഘങ്ങൾ മാറാൻ ഏറെ സമയമെടുത്തെങ്കിലും ഒടുവിൽ മന്ത്രിപ്പട്ടിക ഗവർണർക്ക് കൈമാറി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇനി ഭരണകാലത്തിലേക്കാണ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട മണിക്കൂറുകൾ. വരാനിരിക്കുന്ന ബജറ്റ്, പുതുമുഖങ്ങളും പരിചയസമ്പന്നരും യുവാക്കളും ഒക്കെ ചേർന്നൊരു ക്യാബിനറ്റ്, തർക്കവും പിടിവലികളും ഒക്കെ കഴിഞ്ഞു വന്ന മന്ത്രിസഭയിൽ പ്രതീക്ഷയേറെയാണ് ജനങ്ങൾക്ക്. ഹൈക്കമാൻഡും ലോ കമാൻഡുമല്ല, മറിച്ചൊരു ജനകമാൻഡ് പാർട്ടിയെ തിരുത്തുന്ന കാഴ്ച കൂടെ കണ്ട തെരഞ്ഞെടുപ്പ് കാലത്തിനൊടുവിലാണ് പുതുഭരണത്തിലേക്ക് കേരളം പോകുന്നത്. ജനമാണ് താരമെന്ന ഓർമ്മപ്പെടുത്തൽ പലതവണ കണ്ടത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കണം. ക്ഷീണിച്ചു കിടക്കുന്ന ഖജനാവിന് പുതുജീവൻ പകരണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞ പുതുയുഗത്തിലേക്ക് അവരെ നയിക്കണം. അവകാശവാദങ്ങൾക്കൊടുവിൽ ജനം പറഞ്ഞൊരു മുഖ്യമന്ത്രിയിലേക്ക് എത്തിയെങ്കിലും മന്ത്രിസഭാ അംഗങ്ങളെ കേസി തൂക്കിയെന്ന പഴി പ്രവർത്തനത്തെ ബാധിക്കുമോ? തിരുത്തൽ ശക്തിയാകുന്ന ഒരു സർക്കാർ എന്ന നിയുക്ത മുഖ്യമന്ത്രിയുടെ പ്രോമിസ് പാലിക്കപ്പെടുമോ? വരും ദിനങ്ങളിലും കമാൻഡ് ജനങ്ങൾക്കാകുമോ? ഗ്രൂപ്പ് വൈരം മറന്ന കൂട്ടായ പ്രവർത്തനത്തിനാകുമോ സർക്കാരിന്? പുതുയുഗം പിറക്കുമോ കേരളത്തിൽ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ജന കമാൻഡ്. ഇന്നത്തെ എൻ്റെ അതിഥികൾ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റും ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഫോമർ ഗ്ലോബൽ പ്രസിഡന്റുമായ ജെയിംസ് കൂടൽ, ജയ്ഹിന്ദ് ന്യൂസ് ചീഫ് എഡിറ്റർ ജിൻസ്മോൻ സക്കറിയ, ക്യാൻസർ സയന്റിസ്റ്റ് ഡോക്ടർ ജയശ്രീ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ജെയിംസ് കൂടലിലേക്കാണ്. ശ്രീ ജെയിംസ് കൂടൽ, എന്തായാലും പ്രതീക്ഷിച്ചതിലൊക്കെ അപ്പുറമായ ഒരു വൻ വിജയം. അതിനുശേഷം ഒരു 11 ദിവസത്തെ തർക്കമായിരുന്നു, ചർച്ചയായിരുന്നു. ആരാവണം മുഖ്യമന്ത്രി? ഒടുവിൽ ജനം പറഞ്ഞു വി ഡി സതീശൻ ആവണം മുഖ്യമന്ത്രി എന്ന്. ഈ 2006 CPIM-നെ VS-ന്റെ കാര്യത്തിൽ ജനം തിരുത്തിയതൊക്കെ നമ്മൾ കണ്ടിരുന്നു. വീണ്ടും കോൺഗ്രസിനെ തിരുത്തുകയാണ് ജനം. ഒരു ജന കമാൻഡ് തെരഞ്ഞെടുത്ത, അല്ലെങ്കിൽ അവർ പറഞ്ഞ മുഖ്യമന്ത്രിയിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ ഇനിയും ജനങ്ങളാവുമോ താരം? എന്താണ് പ്രതീക്ഷ പുതിയ മന്ത്രിസഭയിൽ? നമ്മൾ ഒട്ടേറെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ വി ഡി സതീശന്റെ ബഹുമാനായ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയുടെ ഈ സ്ഥാനാരോഹണവും മുന്നോട്ടുള്ള പ്രയാണവും ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് പതിവിന് വിപരീതമായി ഹൈക്കമാൻഡ് ഉണർന്നു പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമില്ലായിരുന്നിട്ടും വി ഡി സതീശന് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞത്. ഇനിയായാലും ജനഹിതം അനുസരിച്ചിട്ട് പാർലമെന്ററി പാർട്ടി ആയാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയാലും അതോടൊപ്പമുള്ള മന്ത്രിമാരായാലും പിന്തുണ കൊടുക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ജനങ്ങൾ അത്രമാത്രം അഗ്രസീവായിട്ടാണ് വി ഡി സതീശന്റെ ഓരോ പ്രവർത്തനത്തെയും ഓരോ വാക്കുകളെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജനങ്ങൾ ഒരു ഫോഴ്സായി നിന്നാൽ പാർട്ടി ആയാലും പാർട്ടിയിലെ സഹപ്രവർത്തകരായാലും കൂടെ നിന്നേ മതിയാവും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചത്. ഓക്കെ, ശ്രീ ജിൻസ്മോൻ സക്കറിയ, നമ്മുടെ സർക്കാരിന് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് 5 ലക്ഷം കോടിയിലധികം രൂപയുടെ കടബാധ്യത, സാമ്പത്തിക ഞെരുക്കം. അപ്പോൾ ഇത് സർക്കാരിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുമ്പോഴാണ് ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാം എന്ന് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നിയുക്ത മുഖ്യമന്ത്രി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്ന്. സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ പേരിൽ ഏറെ പഴയ സർക്കാരിനെ വിമർശിച്ച വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ ഒരു സാമ്പത്തിക വെല്ലുവിളിക്കിടയിൽ ഏത് രീതിയിലായിരിക്കും സർക്കാരിന്റെ ഒരു പ്രവർത്തനങ്ങൾ? പുതിയതായി ചുമതലയേൽക്കുന്ന വി ഡി സതീശൻ സർക്കാരിന്റെ തുടക്കം തന്നെ നല്ല രീതിയിലാണ്. നല്ലൊരു ക്യാബിനറ്റിനെ അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. കാര്യം പറഞ്ഞാൽ നമ്മളൊക്കെ പറയുന്ന പോലെ കോൺഗ്രസിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള ഗ്രൂപ്പ് വഴക്കുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വലിയ ഒച്ചയും കോലാഹലവും ഒന്നും ഇല്ലാതെ അവര് ഭരണത്തിൽ അടുത്ത ദിവസം നാളെ അത് സ്ഥാനമേൽക്കുകയാണ്. അതിൻ്റെ അകത്താണ് ഇപ്പം ഈ ഏറ്റവും എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇന്ദിരാ ഗാന്ധി യുടെ പേരിലുള്ള ഈ പുതിയ ഓഫർ. നമ്മൾ ഈ ഫ്രീ ബീസ് കൊടുക്കുന്നതിന് നമ്മൾ
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടുകാരെ നമ്മൾ നേരത്തെ വളരെ കാര്യമായിട്ട് കളിയാക്കുമായിരുന്നു. കാരണം അവരവിടെ ഫ്രിഡ്ജ് കൊടുത്തു, TV കൊടുത്തു, അങ്ങനെയൊക്കെയാണ് വോട്ട് പിടിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു സംസ്കാരം പൊതുവെ കേരളത്തിലായിരുന്നു. കേരളത്തിൽ നമ്മൾ പറയുന്ന പോലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു ജനസമൂഹമായതുകൊണ്ട് ഈ ചെറിയ കല്ലുകുത്തി, ചെരുപ്പ് കുത്തി, പീച്ചകത്തിയൊക്കെ കൊടുത്താൽ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അതിന് വലിയൊരു വ്യത്യാസം വന്നത് നമ്മുടെ കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് കൊടുത്ത കിറ്റാണ്. ആ കിറ്റ് നന്നായിട്ട് വർക്കായി എന്നുള്ള ഒരു ബോധ്യത്തിന്റെ പുറത്താണ് കോൺഗ്രസ് ആ ഒരു നയം കേരളത്തിൽ നടപ്പിലാക്കിയതെന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ അകത്ത് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ട് കാണുന്ന ഓഫറുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സർക്കാരിന് നടപ്പിലാക്കാൻ പറ്റുമായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊരു സർക്കാർ ഭരണത്തിലേറുന്നതിന് മുമ്പ് തന്നെ ഈ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിലെ സ്ത്രീകൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള യാത്രാ സംവിധാനം, അതൊക്കെ വലിയ ബാധ്യത. KSRTC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് നമ്മുടെ നാടിന് വളരെ അത്യാവശ്യമാണെങ്കിലും ഈ ഇടതുപക്ഷത്തിന്റെ ഒരു ട്രേഡ് യൂണിയൻ സംസ്കാരം ആ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും വലിയ രീതിയിൽ, കാരണം അതിൻ്റെ അകത്തൊക്കെ ഒരു വളരെ കുത്തഴിഞ്ഞ അഴിമതി ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രസ്ഥാനമൊക്കെ മുന്നോട്ട് അങ്ങനെ വളരെ ശ്വാസം മുട്ടി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഈ ഒരു പകുതിയോളം ആൾക്കാർ, സ്ത്രീകൾക്ക് അത് വേണ്ടത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പറയണ പോലെ ഒരു ഈ ഫ്രീ ബീസ് കൊടുക്കുന്നത് പോലെ എല്ലാ സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടില് ഈ പറയണ പോലെ അത്ര സ്റ്റേറ്റിന്റെ ബെനിഫിറ്റ് ഒക്കെ സാധാരണക്കാർക്ക് കിട്ടുന്നില്ല. അത് ആവശ്യമുള്ളവർക്ക് അതിനകത്ത് അവർക്കൊരു ക്രൈറ്റീരിയ ഒക്കെ വെക്കാം. കാരണം ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ അവിടെ വൈറ്റ് കാർഡ്, നമ്മുടെ റേഷൻ കാർഡിനൊക്കെ പല കളറുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാം. കാരണം കാശുള്ളവൻ പൈസ കൊടുത്ത് യാത്ര ചെയ്യട്ടെ എന്ന് വിചാരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഒരു സമുദായത്തിന്, ഇപ്പം ഒരു ഈഴവ സമുദായത്തിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റുകളും വെള്ളാപ്പള്ളി നടേശൻ വരെ മേടിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ. അതിനൊന്നും ഒരു ക്രൈറ്റീരിയ ഇല്ല. നമ്മൾ കൊണ്ടുവരുമ്പോൾ ശ്രീ ജിൻസ്മോൻ സക്കറിയ ആ കാര്യം തന്നെയാണ്, ആ കാര്യത്തിൽ തന്നെയാണ് വിയോജിപ്പുകൾ പലരും പറയുന്നത്. ഒന്ന്, ഈ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ KSRTC സർക്കാർ ഉദ്യോഗസ്ഥരെ 19 ലക്ഷം സ്ത്രീകളാണ് എപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു ദിവസം KSRTC യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ 19 ലക്ഷം സ്ത്രീകളിൽ ഒന്ന് ജെൻഡർ ഇക്വിറ്റിയുടെ ഒരു വിഷയമുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വനിത എന്ന നിലയിൽ എനിക്ക് KSRTC സൗജന്യം വേണ്ട എന്ന് ഞാൻ പറയും. ആ പക്ഷത്തുള്ള ഒരാളാണ് ഞാൻ. അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടൊക്കെയുള്ള ഒരുപാട് സ്ത്രീകൾ KSRTC ട്രാവൽ ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. അതേസമയം പ്രായമായ ആരും നോക്കാനില്ലാത്ത പുരുഷന്മാരും യാത്ര ചെയ്യുന്നുണ്ട്. അവർക്ക് ഇത്തരത്തിലൊരു സൗജന്യം വേണ്ടേ? അപ്പോൾ ഇത് കൃത്യമായി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ആവശ്യക്കാർക്ക് മാത്രം. ഇതേപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കുന്നു. ഒരു മാസം 25 കോടി രൂപ, 2.5 ലക്ഷം കോളേജ് വിദ്യാർത്ഥിനികളെന്ന് നമ്മൾ കൂട്ടിയാൽ 25 കോടി രൂപ ചെലവാണ്. അപ്പൊ ഈ 25 കോടി രൂപ എല്ലാവർക്കും കൊടുക്കുകയാണ്. അത് ഫോബ്സിന്റെ പട്ടികയിലുള്ള ഒരു പണക്കാരന്റെ മകൾക്കാണെങ്കിൽ പോലും ഈ 1000 രൂപ കിട്ടുക. അവർക്ക് എന്താണ് അതിന്റെ ആവശ്യം? ഇവർ പറയുന്നുണ്ട് ഈ തുക മാർക്കറ്റിലേക്ക് ഇറങ്ങും, അതൊരു മൾട്ടിപ്ലയർ ആയിട്ട് വരും. പക്ഷെ അതൊരു പബ്ലിക് എക്സ്പെൻഡിച്ചർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വികസന പദ്ധതിയും കിട്ടും. അതും പല പോക്കറ്റുകളിലേക്ക് ചെന്ന ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് അതും ഉണ്ടാക്കില്ലേ? അപ്പോൾ ഈ ഫ്രീ ബീസ് എന്ന് പറയുമ്പോൾ ജനങ്ങളെ ഇങ്ങനെ സർക്കാരിന്റെ ആനുകൂല്യത്തിന് വേണ്ടി, ആ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാക്കുന്ന ആ ഒരു രീതി വേണോ എന്നൊരു ചോദ്യവുമുണ്ട്. അല്ല, ആ ചോദ്യം അത് വളരെ കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ഇത് അർഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ അത് കണ്ടെത്താൻ വലിയ പാടൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ മോട്ടോർക്കേഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പോകുന്നതിനേക്കാളും വളരെ ആർഭാടപൂർവമായിട്ടുള്ളതാണ്. അങ്ങനെ ഈ നമുക്ക് സമ്പത്തിന്റെ ഒരു വിഭജനം എന്ന് പറയുന്നത് ആ രീതിയിൽ നേരിടാൻ പറ്റുന്ന, നമുക്ക് എവിടെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും, ആ സേവ് ചെയ്തിട്ട് അർഹിക്കുന്ന ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക തന്നെ വേണം. ഇതിനെ നമ്മളൊരു ഫ്രീ ബീസ് ആയിട്ട് നമ്മളങ്ങനെ ആദ്യം പറഞ്ഞെങ്കിൽ തന്നെ അത് ഫ്രീ ബൈസ് ആയിട്ട് കണക്കാക്കണ്ട. അത് അർഹിക്കുന്ന ജനങ്ങൾക്ക് അത് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. അതിന് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം സാമ്പത്തിക കാര്യത്തിൽ വളരെ വിദഗ്ധനാണ്. അദ്ദേഹം നേരത്തെ ഇരുന്ന സാമ്പത്തിക കാര്യത്തിലുണ്ട് തോമസ് ഐസക്കുമായിട്ട് നടന്ന ഒരു ഡിബേറ്റിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തിക വീക്ഷണം എന്ന് പറയുന്നത് ഈ സർക്കാരിന് ഒരു വലിയ മുതൽക്കൂട്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അർഹിക്കുന്ന ജനങ്ങൾക്ക് അത് കൊടുക്കണം. കുറച്ച് ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ ഒരു കറക്ഷൻസ് വരുത്തിക്കൊണ്ടാണ് ഒരു സർക്കാർ മുന്നോട്ട് പോകേണ്ടത്. ആ കറക്ഷൻസ് വരുത്തിക്കൊണ്ട് ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം വിദ്യാർത്ഥിനികൾക്ക്, കാരണം നമ്മുടെ നാട്ടില് പഠിക്കുന്ന സാമ്പത്തിക നിലയിൽ താഴെയുള്ള ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അതിന് നമുക്കൊരു കട്ട് ഓഫ് റേറ്റ് വെച്ചിട്ട് അവരുടെ സാമ്പത്തിക നിലയെ അത് ഡിഫൈൻ ചെയ്തുകൊണ്ട് വെക്കാം. ഇപ്പം ക്രിസ്റ്റീന പറഞ്ഞതുപോലെ എനിക്കത് ആവശ്യമില്ല എന്ന് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു സമൂഹമുണ്ട് അവര്. പക്ഷെ നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോടികളുണ്ടെങ്കിലും ഏത് കാർഡാണ്, റേഷൻ കാർഡ് പോലും ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നത് പോരട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ സിവിക് സെൻസിന്റെ ഒരു പ്രശ്നമുണ്ട്.
കേരളത്തിലെ ഒരു വളരെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉന്നത തലത്തിലുള്ള ആ സമൂഹം ഇത് അർഹിക്കപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഇപ്പൊ ഈ പുതിയ സർക്കാരിന്റെ പ്ലാനുകൾ അതിപ്പോ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാം. നമുക്കിപ്പം ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു സർക്കാർ ഏൽക്കുന്നതിന് മുമ്പ് തന്നെ നടത്തിയ സമര കോലാഹലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അനവസരത്തിൽ നമ്മളൊരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. അവര് ഒരു സർക്കാർ കുറെ പ്രപ്പോസൽസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കേണ്ട രീതികൾ എങ്ങനെയാണെന്ന് അറിയുന്ന കഴിവുറ്റ ഒരു ലീഡർഷിപ്പ് ഇപ്പൊ നിലവിൽ നാളെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അപ്പൊ അവരത് തീരുമാനിക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഇത് കേരളത്തിന് വലിയൊരു ബാധ്യതയാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കേരളത്തിൽ 5 ലക്ഷം കോടി രൂപയുടെ കടം എന്ന് പറയുന്നത് പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് 1,60,000 കോടി രൂപയുടെ കടം ഉണ്ടായിരുന്നു. അത് ഒരു 10 വർഷം കൊണ്ട് ആ ഒരു വലിയ രീതിയിലേക്ക് അങ്ങനെ പല മേഖലകളിലും അഴിമതിയും എന്നാ പറഞ്ഞ ദുർനടപ്പും വളരെ വലിയ രീതിയിൽ, അതായത് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലേക്ക് അല്ലാതെ ഒത്തിരി ദുർവ്യയം കഴിഞ്ഞ സർക്കാർ നടത്തിയിട്ടുണ്ട്. അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് ജനങ്ങൾ കൊടുത്ത ഈ ഒരു മാൻഡേറ്റ്. അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് ഇത് ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഈ എക്സ്പെൻസുകൾ കട്ട് ചെയ്യാം, അത് ഏതൊക്കെ മേഖലകളിൽ കിട്ടാം, അർഹിക്കുന്നവർക്ക് അത് കൊടുക്കേണ്ട ഈ കിട്ടേണ്ട ബെനിഫിറ്റുകൾ കിട്ടുക തന്നെ വേണം. അതിനുള്ള നടപടി ഈ സർക്കാർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയാണ് ജനങ്ങളെ ഇത്ര വലിയ വിജയം നൽകി ഈ ഒരു കോൺഗ്രസ് സർക്കാരിനെ ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ വി ഡി സതീശന്റെ സാമ്പത്തിക വീക്ഷണത്തെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം എനിക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുകളിലായി എല്ലാ മേഖലകളിലുള്ളവരുമായി കൃത്യമായ ആശയവിനിമയം നടത്തുകയും കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഇവിടെയും കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറയുന്നത് അവിടെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. അങ്ങ് പറഞ്ഞ പോലെ ടാർഗറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 2.5 ലക്ഷം വിദ്യാർത്ഥികളെ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ആവശ്യമുള്ളത് 20,000 പേർക്കായിരിക്കും. ആ 20,000 പേർക്ക് മാത്രം കൊടുക്കുക, അങ്ങനെ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ ഓരോ പൗരനും സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ, സാമ്പത്തികമായി സെൽഫ് റിലയൻ്റ് ആകുമ്പോൾ സർക്കാരിൻ്റെ തലവേദന തന്നെയാണ് കുറയുന്നത്. ആ മട്ടിലേക്കൊരു തീരുമാനം വരുമെങ്കിൽ നമ്മളും സന്തുഷ്ടരാണ്. കാരണം നമ്മുടെ ജനങ്ങൾ മറ്റൊരാളിനെ ആശ്രയിക്കാതെ, മറ്റൊരാളിന് മുന്നിൽ കൈ നീട്ടാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന ചെറിയൊരു ജോലിയാണെങ്കിലും ചെറിയൊരു സേവിങ്സും ചെറിയൊരു ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെയുള്ള ഒരു ജനസമൂഹമായി, സാമ്പത്തിക സാക്ഷരതയുള്ളവരായി കേരളത്തിലുള്ള ആൾക്കാർ മാറേണ്ടതായിട്ടുണ്ട്. സർക്കാർ അതിനായി പ്രവർത്തിക്കും എന്ന് കരുതാം നമുക്ക്. ശ്രീമതി ജയശ്രീ നായർ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏത് വികസനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്ന ഒരു പ്രശ്നം ഈ ഫെഡറലിസത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഡ്രിഫ്റ്റ്. പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കൂട്ടിയതുകൊണ്ട് പല പദ്ധതികളും നടപ്പാക്കാനാകുന്നില്ല എന്ന ഒരു പരാതിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കഴിഞ്ഞ സർക്കാരിനോട് ഒരു പരിധിവരെ സൗഹൃദപൂർവ്വമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെരുമാറ്റം എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അപ്പോൾ പുതിയ സർക്കാരിന് ഈ പറയുന്ന ഫെഡറലിസത്തിൽ ഈ മട്ടിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമോ പുതിയ പ്രോജക്റ്റുകളും പുതിയൊരു ഭരണത്തിലേക്ക് പോകുമ്പോൾ? വികസിത കേരളം എന്നുള്ളതാണല്ലോ ബി.ജെ.പിയുടെ നയം തന്നെ. അപ്പൊ പിന്നെ വികസനത്തിന് വേണ്ടിയുള്ള ഏത് കാര്യത്തിനും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാവും. കേരളത്തില് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക, അതായത് ഹൈവേസ് എല്ലാം ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഭവന പദ്ധതികളെ, അതുപോലെ പി എമ്മിന്റെ ഭവന പദ്ധതികളെ, അതുപോലെ തന്നെ ആരോഗ്യ പദ്ധതി, അങ്ങനെ കർഷകർക്ക് വേണ്ടിയുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അഴിമതി കൂടാതെ ഏറ്റവും വളരെ നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെല്ലാ രീതിയിലും കേന്ദ്രത്തിന്റെ സമ്പൂർണ്ണ പിന്തുണയുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ അത് ഇന്ത്യയിൽ ഉടനീളം കാണുന്നതാണ്. പിന്നെ ഇപ്പൊ മുമ്പ് പറഞ്ഞ രീതിയിൽ ഫ്രീ ബി കൊടുത്തിട്ട്, ആക്ച്വലി ഇലക്ഷൻ അങ്ങനെ ഒരു തന്ത്രമായിട്ട് ഇന്ത്യയിൽ മൊത്തം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ഫ്രീ ബി കൊടുത്തിട്ട് സ്ത്രീകൾ അത്ര കുറഞ്ഞവരാണോ? എല്ലാവരും സ്ത്രീകൾക്ക് വേണ്ടി സമത്വത്തിനേക്കാൾ ഉപരിയായിട്ട് എന്താ പറയാ, സ്ത്രീ ശാക്തീകരണം, അതിനുവേണ്ടി നമ്മളെപ്പോഴും വാദിക്കാറുണ്ട്. അപ്പോൾ ഒരു ശക്തരായിട്ടുള്ള സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് വണ്ടിയിൽ പോകാനുള്ള ഒരു അവസരം തരാം, അതുവഴി കേരളത്തിന് തന്നെ ഒരു സാമ്പത്തിക ബാധ്യത കൂടി വെക്കുക എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നല്ല കാര്യമല്ല. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതിന് അർഹതയുള്ളവർക്ക് കൊടുക്കുക, സ്ത്രീകൾക്കായിട്ട് പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കുക. സ്ത്രീകൾ ഒരുവിധപ്പെട്ട മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളും നല്ല ജോലിയുള്ള ആൾക്കാരും അവർക്ക് അതിന് അഫോർഡ് ചെയ്യാവുന്ന ആൾക്കാരുമാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല.
പിന്നെ തന്നെയല്ല ഇപ്പൊ കുട്ടികൾക്ക് കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വീതം കൊടുക്കുക എന്ന് പറയുന്ന ഈ കുട്ടികളൊക്കെ നാട്ടിൽ നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം ഉപയോഗിച്ച് അവര് പഠിച്ചു കഴിയുമ്പോൾ അവര് വെളിയിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബുദ്ധിപൂർവമായിട്ട് അതിനെ ഏത് രീതിയിൽ നമ്മൾക്ക് അവരെ പിടിച്ചു നിർത്താം, അതാണ് നമ്മൾക്ക് നോക്കേണ്ട കാര്യം. കാരണം കേരളത്തില് പിന്നെ സോഷ്യൽ ഇൻഡിക്കേറ്റർ ഒക്കെ വെച്ച് നോക്കിയാൽ നമ്മൾക്ക് ഹെൽത്ത് കെയർ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ലിറ്ററസി ആണെങ്കിലും ഏറ്റവും ഉയർന്നതാണ് ഇന്ത്യയിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് സാമ്പത്തിക ഭദ്രതയോട് ഉണ്ടാക്കുക, അതാണ് നമ്മൾക്ക് ആവശ്യം. അങ്ങനെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകണമെങ്കിൽ ഈ ഫ്രീ ബി കൊടുത്ത് അവരെ മടിയന്മാരാക്കുന്നതിന് പകരമായിട്ട് അവർക്ക് ജോലി സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുക, സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുക, അതുപോലെ ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടാക്കുക, അങ്ങനെ മാനുഫാക്ചറിങ് രംഗത്ത് പല ഇതുണ്ടാക്കുക. കുട്ടികളെ അവർക്ക് സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാൻ ഉതകുന്ന കേരളത്തിൽ തന്നെ, കാരണം ഇവരൊക്കെ വെളിയിലേക്ക്, ഞാൻ ഇന്ത്യക്ക് പുറത്തെന്നല്ല കേരളത്തിന് വെളിയിൽ അവരെവിടെയെങ്കിലും അവര് ജോലിക്ക് പോകാനൊരു അവരെ തള്ളിവിടുകയാണ് നമ്മൾ. കാരണം നമ്മൾ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അങ്ങനെ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കത്തക്ക രീതിയിൽ പര്യാപ്തമായിട്ട് ഒരു ഗവൺമെന്റ് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഒരു ഗവൺമെന്റ് വരികയാണെങ്കിൽ അതുപോലെ തന്നെ കറപ്ഷൻ ഇല്ലാതെയും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടും വികസിതോന്മുഖമായിട്ടുള്ള ഒരു പദ്ധതികൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായിട്ടും അവരെ സഹായിക്കും എന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ. ഡോക്ടർ ജയശ്രീ പറഞ്ഞതുപോലെ, ശ്രീ ജിൻസ്മോൻ സക്കറിയ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ KSRTC ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില അച്ഛന്മാരെ, പ്രായമായ 70ഉം 75ഉം 65ഉം ഒക്കെ വയസ്സുള്ള അച്ഛന്മാർ അവരുടെ പോക്കറ്റിൽ നിന്ന് പണി കഴിഞ്ഞ് വരുമ്പോൾ ചുളുങ്ങി കൂടിയ പേഴ്സിൽ നിന്ന് മുഷിഞ്ഞ നോട്ടുകൾ പുറത്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട്, അത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അവരുടെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് അത് എല്ലാ സ്ത്രീകൾക്കും ആയിട്ടാണോ? അതേസമയം ആവശ്യമുള്ള ആ ചെറിയ സമൂഹത്തിന്, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, അവർക്കാണോ അത് കൊടുക്കേണ്ടത്? ആ മട്ടിലുള്ള വിവേകപൂർണമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ ജെയിംസ് കൂടൽ, നമുക്ക് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, കഴിഞ്ഞ സർക്കാർ അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ. അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നിന്ന് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന പരാതികൾ, മെഡിക്കൽ കോളേജുകളുടെ ശോച്യാവസ്ഥ, ഇങ്ങനെ വലിയൊരു ക്ഷീണാവസ്ഥയിലാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന മട്ടിലുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ നയങ്ങളിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. ഒപ്പം തന്നെ ഈ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നു, അതിനും വിമർശനങ്ങൾ വരുന്നുണ്ട്. ഈ മട്ടിലൊരു ആരോഗ്യ ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. രണ്ടാമത്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രികളുടെ സ്ഥിതി എന്താവും എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ മട്ടിലുള്ള കുറേ കാര്യങ്ങളിൽ സർക്കാരിന് അതൊരു കീറാമുട്ടിയായിട്ട് തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പ്രധാന പരാജയത്തിന് കാരണം തന്നെ ആരോഗ്യ രംഗത്തെ പരാജയമാണ്. നമ്മുടെ മന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തനം, അത് തുടക്കം മുതൽ തന്നെ, അവര് അധികാരത്തിൽ വന്ന അന്ന് മുതൽ തന്നെ അവസാനം വരെയും ആ സർക്കാരിന്റെ ഇമേജിനെ നശിപ്പിച്ച ഒരു വകുപ്പായിരുന്നു ആരോഗ്യരംഗം. ഇന്ന് വി ഡി സതീശൻ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഈ ആരോഗ്യ മേഖലയിലെ എങ്ങനെ നവീനമായ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യ പാലനം കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് തന്നെ വി ഡി സതീശന്റെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ആരോഗ്യ മേഖലയ്ക്കാണ്. നമുക്കറിയാം, ഡോക്ടർ SS ലാലിനെ പോലെയുള്ള പ്രസിദ്ധരായ ആളുകളെ വെച്ചുകൊണ്ട് തന്നെ അവരൊരു മാസ്റ്റർ പ്ലാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ മേഖലയിൽ നല്ല ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നെല്ലാം ചെയ്യുന്നത് പണം ആണ്. നമുക്കറിയാം, ഈ പുതിയ ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നം സാമ്പത്തികമാണ്. ഇപ്പൊ തന്നെ അറിയാം, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കൃഷി മൂലം അതിന്റെ തിരിച്ചടവ്, അതുപോലെ തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്തിന്റെ ഈ പദ്ധതി വിഹിതം കൊടുക്കാതിരിക്കുന്നത്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കുടിശ്ശിക, ഇങ്ങനെ വലിയൊരു ബാധ്യത നമ്മുടെ ഈ പുതിയ ഗവൺമെന്റിന്റെ മണ്ടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം എങ്ങനെ ഈ വെച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഫെഡറൽ ഗവൺമെന്റ് എത്രമാത്രം ഈ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെ സഹായിക്കും. നമുക്കറിയാം, വായ്പ എടുക്കാനുള്ള നിയന്ത്രണങ്ങളൊക്കെ കഴിഞ്ഞ ഗവൺമെന്റിനെ തന്നെ അഴിച്ചിരുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതിനെല്ലാം ആശ്രയിച്ചായിരിക്കും നമ്മുടെ പുതിയ ഗവൺമെന്റിന് അതിനെങ്ങനെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും ഈ പുതിയ ടീമിന്, അല്ലെങ്കിൽ ടീം UDF എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണുന്നത്. പക്ഷേ നമ്മൾക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനിൽ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഒരു പ്ലാനുണ്ട്, ഒരു വിഷനുണ്ട്.
ഇതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള മാന്ത്രിക വിദ്യ അദ്ദേഹത്തിനുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിസ്മയങ്ങളുടെ രാജകുമാരനാണ് വി.ഡി. സതീശൻ. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് ഇതിനെല്ലാം വിസ്മയങ്ങളിലൂടെ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം നമ്മുടെ ബിൻസ്മോനും ജയശ്രീ ഡോക്ടർ ജയശ്രീയും പറഞ്ഞതുപോലെ തന്നെ ഈ 5 ഗ്യാരണ്ടി തന്നെ നമ്മുടെ ഗവൺമെന്റ് ഒരു ബാധ്യതയാണ്. നമ്മൾ എല്ലാവർക്കും ബസ്സിൽ യാത്ര, അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു പ്രഖ്യാപനമായിരുന്നു. അതുപോലെ എല്ലാ കുട്ടികൾക്കും 1000 രൂപ സ്കോളർഷിപ്പ്, ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ഓഫറാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ സാമാന്യ ബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരായാലും രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപോലെ ആളുകൾ ഒരു അംഗീകരിക്കുന്ന ഒന്നുമല്ല. അത് തന്നെ ഈ ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയായിരിക്കും. നമുക്കറിയത്തില്ല, നമ്മൾ വിസ്മയത്തിന്റെ രാജകുമാരനാണല്ലോ വി.ഡി. സതീശൻ. എങ്ങനെ വിസ്മയം തീർക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. അതെ, എന്തായാലും നമുക്ക് അത് ആ മട്ടിൽ നോക്കാം. ശ്രീ ജിൻസ്മോൻ സക്കറിയ പറഞ്ഞ പോലെ പലപ്പോഴും ഈ ഓസിന് കിട്ടിയ ആസിഡും കുടിക്കും എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, ആ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മുടെ ജനങ്ങൾ മാറണം. ആ മാനസികാവസ്ഥയിൽ നിന്ന് ജനങ്ങളെ, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, അതിൽ നിന്ന് മാറി എൻ്റെ തൊഴിൽ സൃഷ്ടി, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ തൊഴിൽ നൽകുക. ആ തൊഴിലിലൂടെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവരൊരു പാർട്ട് ടൈം ജോലി ചെയ്യട്ടെ, ആ പാർട്ട് ടൈം ജോലിയുടെ പ്രതിഫലമായിട്ട് അവരിലേക്ക് പണം എത്തട്ടെ, ആ പണം മാർക്കറ്റിലേക്ക് വരട്ടെ എന്ന് പറയുമ്പോഴാണ് ഓരോരുത്തരും സ്വന്തം കാലിൽ നിൽക്കുന്നത്. ആ മട്ടിലൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ ജിൻസ്മോൻ സക്കറിയ, നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ആഗോള സാമ്പത്തിക കുടയ്ക്ക് കീഴിൽ വസിക്കുന്ന നമുക്കെല്ലാവരെയും ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. ക്രൂഡ് വില അങ്ങേയറ്റം കൂടുകയാണ്. രൂപയുടെ മൂല്യ തകർച്ച അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു. 96 രൂപ ഒരു ഡോളറിന് നമ്മൾ എണ്ണിക്കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് മാറുന്നു. അപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല. കാരണം നമുക്ക് ക്രൂഡ് 85%, 90% ഇറക്കുമതി ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ഡോളർ എണ്ണിക്കൊടുക്കുമ്പോൾ നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുന്നു, വിലക്കയറ്റം ഉണ്ടാകുന്നു. പെട്രോൾ ഇന്ധനവില കൂടുമ്പോൾ മറ്റെല്ലാ വിലയും കൂടുന്നു. തൊഴിലില്ലായ്മ അത് രൂക്ഷമായി തുടരുന്നു. അപ്പോൾ നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക ഞെരുക്കങ്ങൾ, നമ്മുടെ ഖജനാവിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്ലസ് ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധി, അത് രാജ്യത്തെ ആകമാനം ബാധിക്കും, നമ്മളെയും ബാധിക്കും. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയെ ഇത്രയധികം ആശ്രയിച്ച് കഴിയുന്ന ഒരു ഇക്കോണമിയാണല്ലോ കേരളത്തിൻ്റെ. അപ്പോൾ ഈ പ്രവാസി പണത്തിൽ ഉണ്ടാകുന്ന കുറവ്, അവിടെ ഉണ്ടാകുന്ന ഈ അനുരണനങ്ങൾ, അതൊക്കെ സർക്കാരിന് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാക്കില്ലേ? അത് ഉണ്ടാക്കും ക്രിസ്റ്റീന. പക്ഷെ അത് ഇപ്പം ഞാൻ ജെയിംസ് പറഞ്ഞതുപോലെ ഞാനിതൊരു ബാധ്യതയാന്നുള്ള ഒരു ആംഗിളിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ബാധ്യതയല്ല. ആ ബാധ്യത നമുക്ക് കണ്ടെത്തി കവറപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഫണ്ടിന് ചില സോഴ്സുകൾ ഉണ്ടാകാനുള്ള ഉണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ആരോഗ്യ മേഖലയെ കുറിച്ച് ക്രിസ്റ്റീനെ ചോദിച്ചു. ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്, കേരളത്തിന്റെ ആരോഗ്യ മേഖല ഒരു ലോക നിലവാരത്തിലുള്ളതാണ്. അതിപ്പോ ഈ ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത ഒരു കാര്യമല്ല. അത് വർഷങ്ങളായിട്ട് കേരളത്തില് നല്ല ഒരു ആരോഗ്യ മേഖല ഉണ്ട്. അത് കാസർഗോഡ് തൊട്ട് നമ്മുടെ കന്യാകുമാരി വരെയുള്ള ഒരു വലിയ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനൊരു ഗ്ലോബൽ, ഇപ്പൊ പറയാം ഇംഗ്ലണ്ടിലായിക്കോട്ടെ, ജർമ്മനിയിലായിക്കോട്ടെ, ഇപ്പൊ യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലായിക്കോട്ടെ, കാനഡയിലായിക്കോട്ടെ, അവിടെ നിന്നൊക്കെ നമുക്ക് വിദേശ ടൂർ, ഇപ്പൊ ഞാൻ പറയും നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ അമേരിക്കക്കാർ തന്നെ, ഞാനൊരു അടുത്ത കാലത്ത് അവിടെ ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ 10 പേര് നിരന്ന് കിടക്കുവാണ്. എല്ലാവരും അമേരിക്ക, ഫ്ലോറിഡ, ഹ്യൂസ്റ്റൺ, ടെക്സാസിൽ നിന്നുള്ളവരാണ്. ഇവിടെയാണെങ്കിൽ 2 വർഷം കൊണ്ട് തീരുന്ന ഒരു പണി അവിടെ രാവിലെ തൊട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ ആ പല്ലിന്റെ പണി മുഴുവൻ അഴിച്ച് പണിത് റെഡിയാക്കി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവർക്ക് വീട്ടിൽ പോവാം. അതായത് നമ്മളിവിടെ ഈ കൊടുക്കുന്ന കോപ്പയുടെ കാശ് കൊണ്ട് നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോരാം. അപ്പൊ ഈ ഒരു സിസ്റ്റം നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഹെൽത്ത് കെയറിന്റെ നമ്മുടെ അഡ്വാൻസ്, നമുക്ക് ആ 2 സ്കോപ്പാണ് പ്രധാനമായിട്ടും കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന. വേൾഡ് എഡ്യൂക്കേഷന്റെ ഒരു ഹബ്ബായിട്ട് കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കോളേജുകളൊക്കെ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കോളേജുകളിലൊക്കെ 30%, 40% സീറ്റ് ഒഴിവ് കിടക്കുകയാണ്. പിന്നെ ക്രിസ്റ്റീന പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ പശ്ചിമേഷ്യൻ ഇഷ്യൂ, അത് പ്രത്യേകിച്ച് കേരള സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ ഡോളറിന്റെ വില കൂടുന്നത്, അതൊന്നും കേരളത്തിനെ അത് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ വരുന്ന ഡിപ്പോസിറ്റിൽ വരുന്ന കുറവുകൾ, ഇപ്പൊ FCNRA ആയിട്ട് വരുന്ന പ്രശ്നം, FCNRAയിൽ ഇപ്പൊ പറയാണ്, അതിൻ്റെ അകത്ത് ഇപ്പൊ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ആരുടെ അക്കൗണ്ടിലേക്ക് വന്നാലും അതിന്റെ 98% പൈസയും ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക്, അവരുടെ വെൽഫെയറിനാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് ബാക്കിയുള്ള വിഷയങ്ങളൊന്നും നമ്മൾ പൊളിറ്റിക്കലായിട്ട് പറയുന്നില്ല. ഇപ്പൊ ഡോക്ടർ ജയശ്രീ പറഞ്ഞ പോലെ കേരളത്തിൽ ഇതിനെ ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ വിഷയമായിട്ടൊന്നും ഈ ഫ്രീബീസിനെ കണക്കാക്കണ്ട. അർഹിക്കുന്നവർക്ക് അത് കൊടുക്കാനായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കണം. ഇപ്പൊ നമ്മൾ ഇപ്പം ഒരു സമരം, നമ്മുടെ കേരളത്തിൽ ഒരു തീവ്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയം
കൊണ്ട് നമ്മൾ പല സർക്കാരിന്റെ പല നടപടികളെയും തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതിനി ഒരു സമര കോലാഹലമായിട്ടും അങ്ങനെ ഉണ്ടാകുന്ന സമര കോലാഹലങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ മുന്നിൽ ആദ്യത്തെ പണി. കാരണം ഇടതുപക്ഷത്തിന് സമരം ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു പരിപാടിയില്ല. കാരണം ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ ബസ് യാത്രയ്ക്ക് വേണ്ടി ഇപ്പൊ സമരം ചെയ്ത് അവർക്ക് ഈ ഫ്രീ സർവീസ് ആവശ്യമുള്ളവരല്ല. അതാണ് നമ്മൾ പറഞ്ഞ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഒരു കൂട്ടം ആൾക്കാർ വെറുതെ ഈ പേരിന് വേണ്ടി നമ്മുടെ സമൂഹത്തിന്റെ ഉന്നതിക്ക് കളങ്കം ചാർത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയം. നമ്മൾ അരാഷ്ട്രീയവാദമൊന്നും അല്ല പറയണം, എങ്കിൽ കൂടിയും ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ, അതിന് പ്രതിസന്ധി സൃഷ്ടിക്കാൻ, അത് നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന വലിയൊരു സമൂഹം അവിടെയുണ്ട്. അതാണ് കേരളത്തിന്റെ ശാപം. കേരളത്തിന്റെ ആ ശാപം ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിന് ഇപ്പം നല്ല രീതിയിൽ ഒരു ഭരണം, അഡ്മിനിസ്ട്രേഷൻ ഈ ഗവൺമെന്റിന് കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് വളരെ സമൂലമായിട്ടുള്ളൊരു ഉന്നമനം ഉണ്ടാകാനുള്ള കാരണമുണ്ട്. അതിന് വിഷനുള്ള ഒരു ലീഡർഷിപ്പ് നമ്മുടെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീമിനെ നടപ്പിലാക്കാനും അതിനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മുടെ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെ മുന്നിൽ നിൽക്കുന്നതാണ്. അത് ചില കാലങ്ങളിലായിട്ട് കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട്. ആ പിന്നോട്ട് പോക്ക് കവറപ്പ് ചെയ്യാൻ പറ്റണം. അതിൽ നമുക്ക് ഈ പശ്ചിമേഷ്യയും, അതായത് കേരള സംസ്ഥാനത്തിന്റെ വികസനത്തിന് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന പരിമിതിയുള്ള, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ലെവലിൽ വരുന്ന തീരുമാനങ്ങളെ ബാധിച്ച് നിൽക്കണം. അത് സെൻട്രൽ ഗവൺമെന്റിന് തന്നെ ചില കാര്യങ്ങളിലൊക്കെ കൺട്രോൾ ഇല്ല. ഇപ്പൊ പശ്ചിമേഷ്യ, ഇറാഖ് യുദ്ധം നടത്തണം, അമേരിക്ക പോയി അവിടെ ഉണ്ടാക്കുന്നതിനൊക്കെ അമേരിക്കയുടേതായ പോളിസി ഉണ്ട്. അത് ഇന്ത്യക്ക് ഗുണകരമാകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല അമേരിക്ക ചെയ്യുന്നത്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരമൊക്കെ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ സർക്കാരിന്റെ ഈ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒന്നിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ സംസ്ഥാനം, അതായത് നമ്മുടെ ജന്മനാടിന് വളരെ വലിയ മുന്നേറ്റം നടത്താൻ, വികസനത്തിലേക്ക് പോകാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, അതിന് പറ്റിയ ജനങ്ങളുണ്ട്, അതിന് പറ്റിയ സംവിധാനങ്ങളുണ്ട്. ഒരു ശക്തമായ രാഷ്ട്രീയ നേതൃത്വം മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ കരുതാം നമുക്ക്. ഡോക്ടർ ജയശ്രീ നായർ, ഈ പറയുന്നത് പോലെ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാരായിരുന്നു. ഇടതുപക്ഷ സർക്കാർ വികസനം നടത്തിയില്ല എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അവരുടേതായിട്ട് വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. പക്ഷേ മാൻഡേറ്റ് ഇടതുപക്ഷ സർക്കാരിനെതിരായിരുന്നു. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി BJP 3 സീറ്റുകളാണ് നിയമസഭയിൽ. ഇപ്പോൾ 3 അംഗങ്ങൾ BJPക്ക് ഉണ്ടാകുന്നു. ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തേക്ക് BJP കൂടെ വരുമ്പോൾ പഴയ സർക്കാരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പുതിയ സർക്കാരിന് പഠിക്കാനുണ്ടാകും? ഏത് മട്ടിലായി ഈ BJP എന്ന 3-അംഗ യൂണിറ്റ് നിയമസഭയിൽ പ്രവർത്തിക്കുക എന്ന് ഡോക്ടർ ജയശ്രീ കരുതുന്നു? ആക്ച്വലി രണ്ട് കാര്യങ്ങൾ പറയുന്നത്. കേരളത്തില് ഇനി ഊന്നൽ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ, ജിൻസ്ബോൺ സക്കറിയാജി പറഞ്ഞതുപോലെ തന്നെ, നമ്മളുടെ വിദ്യാഭ്യാസ മേഖല, കൂടുതൽ കോളേജുകളും 30% ആയിട്ടാണ് കുട്ടികളുള്ളത്. അവിടെ സ്കിൽ ഡെവലപ്മെന്റ്, മോർ സ്കില്ലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. വെളിയിൽ നിന്ന് ആൾക്കാർ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ ഈ പോകുന്ന രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ ആൾക്കാർ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരുപാട് നമ്മൾക്ക് ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് നമ്മളെ. ആ ടൂറിസം ഏറ്റവും നല്ല രീതിയിൽ, കാരണം ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് നമ്മളെ. ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ പോലും പോയാൽ അവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതുപോലെ നമ്മൾക്കൊരു സൗകര്യങ്ങളില്ല. അപ്പൊ അതൊക്കെ നന്നായിട്ട് ടൂറിസവും അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയും കൂടെ കുറെ കൂടെ നല്ല രീതിയിലാക്കുകയാണെങ്കിൽ വെളിയിൽ നിന്ന് നല്ല രീതിയിലായിട്ട് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ്സുകളെ, അതുപോലെ തന്നെ ഇതിന്റെ ടെക്നോളജിയുടെ സെന്റേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വെളിയിൽ നിന്ന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ BJP 3 MLA വളരെ വലിയ ഒരു വളർച്ചയാണ് BJPക്ക് ഉണ്ടായത്. കാരണം ഇടതുപക്ഷ സർക്കാർ, ഞാൻ കൃഷിന മുമ്പേ പറഞ്ഞ പോലെ തന്നെ, അവര് കുറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അവരുടെ ധാർഷ്ട്യവും ജനങ്ങൾക്കെതിരെയുള്ള ഒരു ജനഹിതം മാനിക്കാതെയുള്ള അവരുടെ ഒരു പോക്കും, അതാണ് അവർക്ക് ഏറ്റവും വിനയായിട്ട് തീർന്നത്. കാരണം ജനങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടെന്ന് അവർക്ക് തോന്നിയില്ല എന്നുള്ള പല രീതിയിലും പല സംഭവങ്ങളിലും അങ്ങനെയാണ്. കാരണം നമ്മളുടെ ആശാ വർക്കർമാരുടെയൊക്കെ ആ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതിന്റെയൊക്കെ ഒരു വിധിയെഴുത്തായിരിക്കും അവർക്ക് വന്നിട്ടുള്ളത്. പിന്നെ കോൺഗ്രസ് ഗവൺമെന്റ് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവര് പലരെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്.
അപ്പൊ അവരെയൊക്കെ അപ്പീസ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു രീതിയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് പോകില്ല. നമ്മൾ ആ രീതിയിലൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ടും പക്ഷപാതപരമല്ലാതെയും പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ 3 MLA-മാരാണ് ഉള്ളത് BJP-യിൽ നിന്നുള്ളത്. അവര് വളരെ നല്ല സപ്പോർട്ടീവായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യും, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ വരട്ടെ. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. വരുന്ന 5 വർഷം 10 വർഷത്തിന് ശേഷം പുതിയൊരു സർക്കാർ വരുമ്പോൾ ജനങ്ങൾക്കും പ്രതീക്ഷയേറെയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന, ജനങ്ങളെ സ്വന്തം കാലിൽ നിർത്തുന്ന, ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന, ജനങ്ങൾ ആവശ്യമായി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് അവരുടെ ഫോക്കസ് കൊണ്ടുവരുന്ന ഒരു സർക്കാരായി പ്രവർത്തിക്കാൻ പുതിയ സർക്കാരിന് സാധിക്കട്ടെ. ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമാകാൻ മറ്റുള്ളവർക്കും സാധിക്കട്ടെ എന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടി അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.